എല്ലാ മാന്യപ്രേക്ഷകർക്കും മഞ്ജൂസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ എങ്ങു പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥകളിപ്പദയില്ലേ, ആ കഥകളിപ്പദത്തിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. നല്ല സിമ്പിളാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ചുവടുകളാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 40 വയസ്സിന് എബവ് ഉള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ്. അപ്പം അവർക്കൂടെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചുവടുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് വാ, നമുക്ക് നോക്കാം. ഇനി ഞാൻ പതിവിലും വിപരീതമായി വോയിസ് ഓവറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ അതുവഴി ഒത്തിരി സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വലത്തെ കാലും കൈ ഇതാ ഇങ്ങനെ വെച്ച് മുൻപോട്ടേക്ക് 1 2 3 4. ഈ ചുവട് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. 5 6 7 8. കണ്ടോ? അങ്ങനെ ഞാൻ ഇങ്ങോ പോവതങ്ങനെ. ഇതാണ് ആദ്യത്തെ ചൂട്. ഇനി റൈറ്റ് ലെഗ് തന്നെ, റൈറ്റ് ലെഗും റൈറ്റ് ഹാൻഡും എടുക്കണം കേട്ടോ. 2 ഇടതെടുക്കുക 2. കണ്ടോ? ഇനി നോക്കിയേ, വെള്ളം തുഴയുന്നത് പോലെ നമ്മുടെ വലത്തെ കാല് മുൻപോട്ടും വലത്തെ കൈ മുൻപോട്ടും നോക്കുക. 1 ബാക്കിലത്തെ കാല് 3. ഇങ്ങോട്ട് നോക്കിയേ, 1 ബാക്കിലത്തെ കാല് തിരിച്ചു വരുന്നു. ക്ലിയർ? നമുക്ക് നോക്കാം. ഇങ്ങനേകം മനോരാജ്യം ഇങ്ങനെയെന്നെല്ലാം കേളിയങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. ഇനി സെക്കൻഡ് സ്റ്റാൻസ് പഠിക്കാം. നേരെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് തിരിഞ്ഞിരിക്കുക, നമ്മുടെ പേരിനോട്. എന്നിട്ട് വലത്തെ കാല് മുൻപിലും വലത്തെ കൈയും കൊടുത്തിട്ട് 1 ബാക്കിലത്തെ കാല് തിരിച്ചു വെക്കുന്നു, തിരിച്ചു വെക്കുന്നു. വീണ്ടും ഇടത്തെ കാല് മുൻപോട്ട് വെച്ച് ഇടത്തെ കൈ കൊടുക്കുക. 1 2 3 4. നോക്കിക്കേ, പങ്കജബാണനൊരു പകയായി ചമഞ്ഞിതെങ്കിൽ എങ്ങനെയെല്ലാം അവൻ എയ്യുന്നീതെന്നെ വെൽവാൻ. ക്ലിയർ? ഇനി നമ്മൾ മട്ടത്തിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. ഇപ്പം നമ്മൾ പേരിനെ നോക്കി നിന്നു, ഇനി വട്ടത്തിലേക്ക് നോക്കി നിൽക്കുക, അകത്തേക്ക്. ഒരു ചോടിങ്ങനെ ഇരിക്കുന്നു, നേരെ നമ്മൾ നമ്മുടെ പേരിന് കൈ കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ എങ്ങനെ കാല് മുൻപിൽ വെച്ചുകൊണ്ട് വേണം പേരിന് കൈ കൊടുക്കാനായിട്ട്. വീണ്ടും ഇരിക്കുന്നു, അടുത്ത കാല് ഇടത്തെ കാല് മുൻപിൽ വെച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക. അങ്ങോട്ടിങ്ങോട്ടുഴന്നിന്നങ്കം നിറം കേടേണ്ട, അങ്ങോട്ടിങ്ങോട്ടുഴന്നിന്നങ്കം നിറം കേടേണ്ട. ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മുടെ പേരിനെ നോക്കി നിൽക്കുന്ന പോലെ സൈഡിലേക്ക് ചെറിയ നിന്നിട്ട് 1 2 3 3 1 2 3. കണ്ടോ? ഇങ്ങനെ ഒന്ന് ഇരിക്കണം. അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്ന് തൊഴുന്ന പോലെ വേണം നമ്മൾ ഇരിക്കാൻ. നമ്മൾ ആ വട്ടത്തിൽ കൂടെ തന്നെ നടക്കണം, ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ നടക്കണം. കണ്ടോ? 1 2 3. ഇനി നേരെ വട്ടത്തിനകത്തേക്ക് നോക്കി നിന്നിട്ട് 1 2 3 4 1 2 3 4. സിമ്പിളാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരുടെ ഒരുമിച്ച് വട്ടത്തിനുള്ളിലേക്ക് നടക്കണം. 1 2 3 1 2 3 1 2 3 1 2 3. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാനിപ്പോൾ മുന്നോട്ട് കാണിച്ചത് കേട്ടോ. ശരിക്കും വട്ടത്തിനുള്ളിലേക്കാണ് നടക്കേണ്ടത്. നമുക്ക് നോക്കാം. ശങ്ക തുടങ്ങിടുമെന്ന സുഖങ്ങളൊതുങ്ങും മഹനമങ്ങും മിഴിയും ഇനി എങ്ങു നീ ചൊല്ലു പോവതങ്ക നീ ഞാൻ അങ്ങു പോവതിങ്ങനെ. ഇങ്ങനേകം
മനോരാജ്യം എങ്ങനെ എന്നെല്ലാം കേളി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളല്ലേ? പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? അല്ലേ? ആണ്. അപ്പോൾ വീണ്ടും ഇതുപോലൊരു കഥകളിപ്പദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദമായിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വരാം. അതുവരെ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ തുറന്ന അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പം അങ്ങനത്തെ തുറന്ന അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെയും ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. അഞ്ജു സുരേഷ്.